വളരെ അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല ഈ വണ്ടിയുടെ കാര്യത്തിൽ. പക്ഷേ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എല്ലാം അറിയാമായിരുന്നു. കാരണം യുവാക്കളുടെ ഹരവായി മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് 2 ഹോണ്ട സിറ്റിയാണ് നമ്മൾ നോക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ കൊണ്ടുവരാതെ പക്ക പ്യുവർ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കസ്റ്റമറോട് പറഞ്ഞ് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെച്ചേക്കാം. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് വരുവാണെങ്കിൽ ഏതൊരു കാലത്തെയും ഒരു എവർഗ്രീൻ രൂപം എന്ന് പറയാം, ഒരു ടൈംലെസ് ഡിസൈൻ ഓഫർ ചെയ്യുന്ന ഒരു സെഡാൻ, പക്ക പ്യുവർ സെഡാൻ. ആൻഡ് ആ ഹെഡ് ലാമ്പ് യൂണിറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനായാലും വളരെ മിനിമലായിട്ടുള്ളൊരു ഗ്രില്ലും കാര്യങ്ങളും, ആ ലോവർ ചെയ്ത് കിടക്കുന്ന രൂപം അതെ ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് ചാരി നിന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയൊരു പോകത്ത് നമ്മുടെ പൊക്കത്തിൽ മറ്റൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും ആ ഇൻറ്റീരിയറും ആ ഗ്ലാസ് ഏരിയ, ആ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒറിജിനൽ വീൽ കപ്പ് വരെ ഇപ്പോഴും കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇയാമി ഗോൾഡ് കളറും അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. മിററും ഒക്കെ ആണെങ്കിലും വളരെ മിനിമലായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഹോണ്ട സിറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് 5th ജനറേഷനാണ്. ഈ ഒരു 2nd ജനറേഷൻ അല്ലെ ടൈപ്പ് 2 ക്ലിക്കായ അത്ര ഒരു ഹോണ്ട സിറ്റിക്കും ഇന്നും ഡിമാൻഡില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഹോണ്ട സിറ്റി ഇറങ്ങിയിട്ട് ഇപ്പോൾ 10-26 വർഷമായി. അത്രയും ഒരു പാരമ്പര്യമുള്ളൊരു ഹോണ്ടയുടെ ഒരു കിഡിലൻ എൻജിൻ വരുന്ന ഒരു ഉഗ്രം മോഡലാണ് ഈ കാണുന്ന ടൈപ്പ് 2 ഹോണ്ട സിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഒരുപാട് കാലം മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ നമുക്കിതൊക്കെ ഓടിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങളോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. നോക്കുമ്പോഴും കാണാം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബൂട്ട് ലിഡ്, വളരെ മിനിമലായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, നല്ല അത്യാവശ്യം ബൾജ് നിൽക്കുന്ന ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് റിയർ ഡിസൈനും അതിമനോഹരം എന്ന് തന്നെ പറയാനുള്ളൂ. ഇത്രയും ഭംഗിയുള്ള വാഹനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. അന്നൊക്കെ സെഡാൻസ് എന്ന് വെച്ചാൽ ഒരു പ്രീമിയം കാറ്റഗറി പെടുന്നൊരു സെഗ്മെന്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ SUVs ഒക്കെ വലിയ കാര്യമായിട്ട് കാണുന്ന പോലെയായിരുന്നു അന്ന് സെഡാൻ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അക്കാലത്ത് നമ്മുടെ ആലപ്പുഴ കുഞ്ചാക്കോനൊക്കെയാണ് ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഓരോരുത്തർ എടുത്തെടുത്ത് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു വാഹനമാണ്. ആര് കണ്ടാലും നോക്കിപ്പോകുന്ന, ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഉഗ്രൻ എഞ്ചിനും ഉഗ്രൻ ഷേപ്പും. എന്താണ് ഇതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ വെല്ലാൻ വേറെ വണ്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും അക്കാലത്ത് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് മാരുതി സുസുക്കി ബലേനോടെയൊക്കെ സെഡാൻ മോഡൽസ് ആണ്. എങ്കിലും ഇപ്പോഴും ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല. കീ വേണം ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ. ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ കീയും കാര്യങ്ങളൊക്കെ വരുന്നത്. നോർമൽ കീ ആണ്. ഹെവി ആയിട്ടുള്ള ബൂട്ട് സ്പേസ്. ഇപ്പോഴും ഈ പഞ്ഞുമാറ്റിന് പോലും ഒരു കേടുപാട് സംഭവിച്ചില്ല. ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ, അംഗീകരിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ. ഇനി നമുക്ക് ഇവൻ്റെ ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബോഡിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഡോർ ഹാൻഡിലാണ് ഇന്റഗ്രേറ്റ് വെച്ചിരിക്കുന്ന. മനോഹരമായിട്ടുണ്ട്. ഓപ്പണിങ്ങും അടിപൊളിയാണ്. വേറൊരു ഫീലാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് വളരെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ്. കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കയറി ഇരുന്ന് കഴിയുമ്പോൾ വേറൊരു ഫീലാണെന്നാണ് പറയേണ്ടത്. അന്നത്തെ ആ ഒരു ഫിനിഷിങ്, ആ ഒരു പ്രീമിയം ടച്ച് കിട്ടാനായിട്ട് ഇവിടെ ഒരു ഫാബ്രിക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുള്ളത് ഭംഗിയായിട്ടുണ്ട്. ഡോർ ഹാൻഡിലും രസമായിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫാൻ ബേസ് ഉള്ള സംഭവമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. ഈ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അതും കിടിലമായിട്ടുണ്ട്. പിന്നെ ഒരു കിടിലം മീറ്റർ കൺസോൾ, ആ ഒരു വിൻറ്റേജ് തീം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മീറ്റർ കൺസോൾ. അത് ഫുൾ അനലോഗ് സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. AC വെന്റ് നടുക്ക് തന്നെ 3 ഉണ്ട്. അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിട്ട് തോന്നി. സ്വിച്ചിന്റെ കൺട്രോൾസ് ആണെങ്കിൽ ഇപ്പോഴും അതിനൊന്നും ഒരു കേടുപാട് പോലും സംഭവിച്ചില്ല. അതാണ് ജാപ്പനീസ് വാഹനങ്ങളുടെ റിലയബിലിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത്. നല്ല റിലയബിൾ ആയിട്ടുള്ള, നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള മെറ്റീരിയലാണ് ഈ വാഹനം ഫുള്ളി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ക്വാളിറ്റി ആണെങ്കിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ നോർമൽ കീ ആണ് വരുന്നത്. കീ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ഡീഫോഗറിന്റെ ഒരു സ്വിച്ച് കാണാം. അത്യാവശ്യം ഇന്റീരിയറൊക്കെ നല്ല പ്രീമിയം ടച്ച് നിൽക്കുന്നത് തന്നെ. വളരെ ഫ്ലാറ്റ് ആയിട്ട് വളരെ സ്ലോപ്പ് ചെയ്തെടുക്കുന്ന ബോണറ്റ് ഏരിയ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇനിയിപ്പോൾ ഇതിൻ്റെ റിയർ സീറ്റിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടൈപ്പ് 2 ഹോണ്ട സിറ്റിയുടെ റിയർ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയറാണ്. പക്ഷേ തൈ സപ്പോർട്ട് എന്തോ അക്കാലത്തെ വാഹനങ്ങളിലൊക്കെ ഇത്രത്തോളമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. ഹെഡ് സ്പേസും ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ച് കൺട്രോളൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. റിയർ സൈഡിലോട്ട് വരുമ്പോൾ ഡോർ ഹാൻഡിൽ ഓപ്പണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്റഗ്രേറ്റഡ് സ്പോയിലറും കാര്യങ്ങളും, സ്പോയിലറല്ല ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. 3 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം. അടിപൊളി. ഇതിരിക്കുമ്പോഴും നമുക്കൊരു വേറെ ഫീലാണ്. നമുക്ക് ആ ഒരു ചുരത്തിളപ്പെന്നൊക്കെ പറയത്തില്ല, അത് കയറി വരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയറിലോട്ട് AC വെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലെ AC തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, ഇത്രയും കാലം പഴക്കമുണ്ടായിട്ട് തന്നെ. പിന്നെ റിയറിലോട്ട് വരുമ്പോൾ പാർസൽ ട്രേ, അവിടെ സ്പീക്കർ, അവിടെ നമുക്ക് ബോട്ടിലോ കൂടെയൊക്കെ വെക്കാനുള്ള സൗകര്യം കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ക്യാമറമാൻ പിന്നിൽ നിന്ന് നമുക്ക് ഓരോരോ സംഭവങ്ങളായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. റിയർ സീറ്റ് ലെതർ ഫിനിഷ് ഇപ്പോൾ കമ്പനി എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. കമ്പനി എന്നല്ല, നമ്മുടെ കസ്റ്റമർ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പക്ഷേ അത് മാത്രമേ ഈ വാഹനത്തിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം പക്ക പ്യുവർ സ്റ്റോക്ക് എന്നാണ് പറയേണ്ടത്. നല്ലൊരു അടിപൊളി ഹെവി ആയിട്ടൊരു ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്.
അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ കുറച്ച് സ്പീഡായിരിക്കും, കാരണം കസ്റ്റമർക്ക് ഇപ്പം നമ്മൾ കണ്ട് പിടിച്ച് അപ്പം തന്നെ നിർത്തി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പം എന്തായാലും പെട്ടെന്ന് നമുക്ക് പരിപാടി വെച്ച് ശ്രമിച്ചേക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈവിലോട്ട് കിടക്കാം. ഹോണ്ട സിറ്റി ടൈപ്പ് 2 എഞ്ചിൻ സ്പെക്കോ അല്ലെങ്കിൽ ടോർക്കോ ഒന്നും പറയാനില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് വേറൊരു ഫീലാണ്. ഈ ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഈ ഒരു 1.3 ലിറ്റർ എഞ്ചിനും ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെതായ ഒരു റിഫൈൻമെന്റും ആ ഒരു ഫീലിംഗ് ഒക്കെ ഒന്ന് വേറെയാണ്. എന്നെ കയറി ഓടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ, ഈ ഒരു ഹാൻഡ്ലിങ്, ഈ സ്റ്റിയറിംഗും ആ മീറ്റർ കൺസോളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വികാരമാണ് ഇതൊക്കെ ഓടിക്കാൻ നേരത്ത്. അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഗ്ലാസ് ഏരിയ ഒക്കെ എത്രത്തോളം വിശാലമാണെന്നുള്ളത് കാണാം. നല്ല വിശാലമായിട്ടുള്ള ഗ്ലാസ് ഏരിയ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനും നമുക്കൊരു സേഫ്റ്റി ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. വളരെ അധികം നല്ല റോഡ് ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളി എന്നല്ലാതെ ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല. അത് വേറൊരു ഫീലാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അന്നത്തെ പയനിയറിന്റെ സിസ്റ്റം ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കമ്പനി വന്നതിലായിരിക്കും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തായിരിക്കും. എങ്കിലും ഈ വണ്ടിയുടെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനൊക്കെയാണ് നമ്മൾ അട്രാക്ട് ചെയ്തത്. കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്താൽ കൊള്ളാം എന്ന് തോന്നിപ്പോയൊരു വാഹനമാണ്. ഇങ്ങനെ നമുക്ക് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ടൊയോട്ട കോളീസ് സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്ന ഒരു വാഹനം ചെയ്യണമെന്ന് നമ്മുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു മേഖലയിലൊക്കെ വേണ്ട നമുക്ക് വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അതിന് മുമ്പായിട്ട് ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നവരോടും ഇന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് 10-12 പ്രതീക്ഷിച്ചു. ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.